ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഒരു ഡ്രിങ്ക് റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള നല്ലൊരു ഡ്രിങ്ക് റെസിപ്പിയാണ്, പ്രതിരോധ ശേഷി കൂട്ടാനുള്ളൊരു ഡ്രിങ്കാണ്. ഞാൻ മുമ്പ് ഇതിൻ്റെ വേറൊരു വേർഷൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിന്നറിനുള്ള പ്രിപ്പറേഷൻസും കൂടിയാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ കാണിക്കുന്നത്. റെസിപ്പീസൊക്കെ ഇൻക്ലൂഡഡ് ആണ് ഇതിൽ. അപ്പോൾ എല്ലാവരും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കണുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതാ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ല എന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വ്ളോഗിലേക്ക് പോകാം. ഇപ്പം മക്കൾക്കൊന്നും സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് പൊതുവേ. പിന്നെ ഇന്ന് പെട്ടെന്ന് കോൾ വന്നപ്പോൾ പെട്ടെന്ന് നേരത്തെ പോയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ഇങ്ങനെ സിമ്പിളാക്കിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്രോ ഗ്രീൻസിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് കാണിക്കാൻ. അപ്പോൾ 2-3 ദിവസം ആയപ്പോഴേക്കും ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ചിലത് മുളച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഒരു 10-11 മണിക്ക് ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കുടിക്കാനോ കഴിക്കാനോ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഇതാണ് ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ളൊരു ഡ്രിങ്ക്. അതായത് പൊതുവെ എല്ലാവർക്കും അറിയാമായിരിക്കും, ഗോൾഡൻ ഡ്രിങ്ക് എന്ന് പറയും. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാം. പ്രതിരോധശേഷി കൂട്ടാനുള്ള നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഞാനിതാ 2 ഗ്ലാസ് പാൽ, 2 ചെറിയ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത് പാൽ കേട്ടോ. 2 വലിയ ഗ്ലാസ്സല്ല, ചെറിയ ഗ്ലാസ്സിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കറാമ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറാമ്പട്ട പ്രതിരോധ ശേഷി കൂട്ടാൻ നല്ലതാണ്. പിന്നെ മഞ്ഞൾപ്പൊടിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പാൽ പൊതുവേ മഞ്ഞൾപ്പാൽ ഭയങ്കര നല്ലതാണ് കുടിക്കുന്നത്. പാൽ ഇതുപോലെ ചൂടാക്കിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 2 കറുവാമ്പട്ടം കൂടി ഇട്ടിട്ടുള്ളൂ, ഒരുപാട് ഇടണ്ട, ചിലപ്പം കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ടിട്ടും കുടിക്കാം, അല്ലെങ്കിൽ തേനാണ് കുറച്ചുകൂടി പ്രതിരോധശേഷി കൂട്ടാൻ നല്ലതാണ് തേൻ. അപ്പോൾ അതുകൊണ്ട് അതാണ് നല്ലത് കുട്ടികൾ കുടിക്കുകയാണെങ്കിൽ. അപ്പം തേൻ ഒരിക്കലും ചൂടുള്ള പാലിലേക്ക് മിക്സ് ചെയ്യരുത്. അപ്പം ഞാൻ കുറച്ച് ചൂടാറിയ ശേഷം ആണ് മിക്സ് ചെയ്യാൻ എടുക്കുന്നത്. ചൂടാറിയിട്ട് അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുള്ള പാലാണിത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യാം. ചൂടോട് കൂടിയിട്ട് ഒരിക്കലും തേൻ മിക്സ് ചെയ്യരുത്. അപ്പോൾ തേൻ ഇതുപോലെ കപ്പിലേക്ക്, ഏത് കപ്പിലാണോ നമ്മളത് സെർവ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് തേന്. അപ്പോൾ തേൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് കൊടുക്കുക കേട്ടോ ചൂടോട് കൂടിയിട്ട്. അപ്പം ചൂടാറിയിട്ട് ചെറിയൊരു ചൂടോട് കൂടിയിട്ടാണ് നമ്മളിപ്പോൾ തേൻ മിക്സ് ചെയ്യുന്നത് കേട്ടോ. വല്ലാണ്ട് ചൂടിൽ തേൻ മിക്സ് ചെയ്യരുത്. അപ്പോൾ ഞാനിതാ ഈ ഒരു കപ്പിലായതുകൊണ്ട് തന്നെ വലിയ കപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു 1/4 ഭാഗമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇങ്ങനെ ഒരു സ്ട്രോ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ കുട്ടികൾ കുടിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. സാധാ കപ്പിൽ കൊടുത്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പാൽ കുടിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ പാലിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഏറ്റവും ബെസ്റ്റാണ്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രിങ്കിൽ നമ്മൾ 3 ചേരുവകളാണ് ചേർത്തിട്ടുള്ളത് ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ളത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്തിട്ടുണ്ടാക്കിയാലും കുഴപ്പമില്ല. ചിലർക്ക് കറാമ്പട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ ഒരാൾക്ക് ഇഷ്ടമാണ്, ഒരാൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഇടാണ്ട് ഉണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ തേൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഏതെങ്കിലും ഒരെണ്ണെങ്കിലും ഇട്ടിട്ട് അറ്റ്ലീസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ റോസുനും റീനുവിനും ശരിക്കും വീട്ടിലിരുന്നിട്ട് നന്നായിട്ട് ബോറടിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളൊന്ന് ഓപ്പണായി കിട്ടിയാൽ മതി എന്നാണ് പറഞ്ഞു വരുന്നത് രണ്ടുപേരും. അത്രയും ബോറടിച്ചിട്ടുണ്ട്, ഒന്നും ചെയ്യാനില്ല വീട്ടിൽ. പുറത്ത് ആണെങ്കിൽ പോകാനും വയ്യാത്തൊരവസ്ഥ. ഇപ്പം മിക്ക വീടുകളിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. എവിടേക്കും പോകാനില്ലാണ്ട് മക്കൾക്കൊക്കെ ശരിക്കും ഇപ്പം സ്കൂൾ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഉച്ചത്തേക്ക് ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സാധാ ചോറും കുറച്ച് കറി ബാക്കിയുണ്ടായിരുന്നു തലേദിവസത്തെ, അതും മുട്ടയും പൊരിച്ചിട്ട് കുട്ടികൾക്ക് കൊടുത്തു. പിന്നെ ഇനി വൈകിട്ടേക്കുള്ള ഫുഡാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. വൈകിട്ടേക്കും ചോറ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ചോറിലേക്കുള്ള കറിയും ഉപ്പേരിയൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചിരങ്ങയാണ്.
ചുരക്ക എന്ന് പറയും ചില ഇടത്ത്. അപ്പോൾ ചിരങ്ങ വെച്ചിട്ട് ചിരങ്ങ താളിച്ചൊരു കറിയുണ്ട്, ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ചിരങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കണം. വളരെ തിന്നാക്കിയിട്ട് വേണം അരിയാൻ. പിന്നെ ചിരങ്ങ സെലക്ട് ചെയ്യുമ്പോൾ അറിയാമല്ലോ, നല്ല ഇളയ ചിരങ്ങ വേണം ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ കേട്ടോ. മൂത്ത ചിരങ്ങ ഒക്കെ എടുത്തിട്ട് ഈ ഒരു കറി ഉണ്ടാക്കിയാൽ ഒട്ടും നന്നാവില്ല. അപ്പോൾ അതാ ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പച്ചമുളക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ഇട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഉപ്പും വെള്ളവും ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കില്ല. എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിരങ്ങ വേവുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ വെണ്ടയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ഉപ്പേരിക്കുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കുർക്കുറെ ബിന്ദിയാണ്. ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ബ്ലോഗ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. കുറച്ച് ഫ്രൈ ആക്കി എടുക്കാനുണ്ടെന്നുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ചിരങ്ങ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ കുറച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടത്. അപ്പം നമുക്ക് ഇനി കുർക്കുറെ ബിന്ദിക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഒരു 2 ചെറിയ ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ വെണ്ടയ്ക്കയുടെ ആ ഒരു എത്രയാണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് ചേർക്കുക കേട്ടോ. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ വിനാഗിരി ഒരു ടീസ്പൂൺ ചേർത്തിട്ട് ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഞാനിത് മിക്സ് ചെയ്യാൻ വിട്ടുപോയി. എന്നിട്ട് വേണം ഈ പൊടികൾ ചേർക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം ഇത് മിക്സ് ചെയ്തിട്ട് വേണം പൊടികൾ ചേർക്കാൻ. പൊടികളായിട്ട് ഞാനിപ്പോൾ 2 ടീസ്പൂണ് അരിപ്പൊടിയും 2 ടേബിൾ സ്പൂണ് കടലമാവും കൂടിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാനിതെല്ലാം കൂടി ഒരുമിച്ചാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മസാലപ്പൊടികളുണ്ടല്ലോ, അത് ഈ വെണ്ടയ്ക്കയിൽ നന്നായിട്ട് കോട്ടായി കിട്ടില്ല. അപ്പോൾ ഉപ്പും പുളിയൊന്നും നന്നായിട്ട് പിടിക്കില്ല. അപ്പോൾ ആദ്യം നമ്മൾ മസാലപ്പൊടികളും ഉപ്പും വിനാഗിരിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഈ പൊടികൾ ലാസ്റ്റ് ഫ്രൈ ചെയ്യാൻ നേരത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കിയ ശേഷം അതിലേക്ക് കുറേശ്ശെ ആയിട്ടിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ അത്യാവശ്യം വേണ്ടി വരും ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ കുർക്കുറെ ബിന്ദി എന്നുള്ള പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും, ഒരു ക്രിസ്പി ആയിട്ടായിരിക്കും ഈ ഒരു ഇതുണ്ടാവുക. അപ്പോൾ നമ്മളുടെ ചിരങ്ങ വെന്തയിലേക്ക് നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 2 ഗ്ലാസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ലൂസായിട്ട് ഞാൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത ശേഷം എല്ലാവർക്കും അറിയുന്നുണ്ടാവും, തിളക്കരുത്. തിള വരുന്ന സമയത്ത് ഓഫാക്കണം, അത് വിട്ടുപോകരുത്. അതുപോലെ നമ്മുടെ കുർക്കുറെ ബിന്ദി ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ മാറി നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ കുർക്കുറെ ബിന്ദി. നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെ ആ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മസാലപ്പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഫ്രൈ ചെയ്യാൻ നേരം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കുക, അതായത് കടലമാവും അരിപ്പൊടിയും. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്യാണ്ട് നീളത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇടുന്നതുള്ളൂ. എന്നിട്ട് നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓയിലിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ട് അത് കറി താളിച്ചിട്ടുണ്ട്. ഇനി ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ പോകണം. ഈ മീൻ മസാലയൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. വലിയ മാന്തളാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാന്തൾ ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ മസാല തേക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് മസാല തേച്ചിട്ടാണ് ഫ്രൈ ചെയ്യാറ്, എന്നാലേ മീൻ ആ ഒരു നല്ലൊരു ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. പിന്നെ ഞങ്ങൾ ഡിന്നർ ഒരു 7 മണി ആ ഒരു സമയത്തൊക്കെയാണ് ഡിന്നർ കഴിക്കാറ്. അപ്പം ചോറാണെങ്കിലും എന്താണെങ്കിലും ഡിന്നറൊക്കെ നേരത്തെ കഴിക്കും. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ചോറായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നേരത്തെയാണ് കഴിച്ചിട്ടുള്ളത്. കുർക്കുറെ ബിന്ദി, ചിരങ്ങ താളിച്ച കറി, പിന്നെ ഇത് കാന്താരിമുളക് ഉപ്പിലിട്ടതാണ്, പിന്നെ ഇത് വലിയ മാന്തൾ വറുത്തത്. അതുപോലെ ഈ ചിരങ്ങ താളിച്ചുണ്ടല്ലോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളത്, കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. പക്ഷേ ഈ എരിവും പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചിലപ്പം അത് ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ പൊതുവേ അധികം എരിവ് കൂട്ടാത്ത ആൾക്കാരായതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കുട്ടികൾക്കാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ് ഇങ്ങനത്തെ താളിച്ച കറികൾ.
അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇന്നത്തെ വ്ളോഗും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്